യു.പിയിൽ പെട്ടെന്നൊരു മുഹമ്മദ് സ്നേഹം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഈ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ് പല പല ജാഥകളൊക്കെ വരുന്നുണ്ട്. അവിടെ ആളുകൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. പ്രക്ഷോഭം ജാഥയായിട്ടാണ് തുടങ്ങിയത്. അതിപ്പോൾ പ്രക്ഷോഭമായിട്ട് മാറിയിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിക്കുന്ന രീതിയിലൊക്കെ ആയിട്ടുണ്ട്. ഈ മുഹമ്മദ് സ്നേഹം കൊണ്ട് അത് ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവരുടെ അടുത്ത് ആരെങ്കിലും മുഹമ്മദിനെ സ്നേഹിക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണോ ഇനി ഈ പ്രക്ഷോഭം ഉണ്ടാകുന്നത്? കാരണം അങ്ങനെയാണല്ലോ, ചെയ്യേണ്ടെന്ന് പറയുമ്പോഴാണല്ലോ നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണോ, എനിക്കതിനെപ്പറ്റി അറിയില്ല. ഞാൻ നോക്കിയപ്പോൾ ഇത് എന്താണ്, ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് എവിടെ നിന്നാണ് ഇതിൻ്റെ റൂട്ടുണ്ടായത്, വേര് തുടർന്നത് എവിടെ നിന്നാണെന്നുള്ളത്. അപ്പോൾ ഇത് പലരും യു.പിയിലെ ജൻസി കലാപമായിട്ടൊക്കെ ഇതിനെ താരതമ്യം ചെയ്യുന്നുണ്ട്. അതായത് ലഡാക്കിൽ നടന്നത് ഉപരിപ്ലവമായിട്ട് ഇതിന് പല പല കാരണങ്ങളാണല്ലോ. അവിടെ ഇത് പറയുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നൊന്നും കിട്ടുന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് ലഡാക്കിൽ തുടങ്ങുന്നതെങ്കിൽ ഇവിടെ മുഹമ്മദ് സ്നേഹം പറഞ്ഞത് ഉപരിപ്ലവം നോക്കുമ്പോൾ വളരെ നിഷ്കളങ്കമായ കാരണങ്ങളായിരിക്കുമെങ്കിലും ഇതിൻ്റെ എന്താണ് പറയുന്നത്, അന്തർധാരയിലോട്ട് പോകുമ്പോൾ ഇത് ഈ പറയുന്ന അത്ര നല്ല നിഷ്കളങ്കമായിട്ടുള്ള കാര്യങ്ങളല്ല കേൾക്കുന്നത്. എന്തായാലും പ്രതീക്ഷ പോലെ തന്നെ ഇത് കേരളത്തിലും ഏറ്റെടുത്തിട്ടുണ്ട്. അടുപ്പുകൂട്ടി ചർച്ചക്കാരൊക്കെ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ പത്തനംതിട്ടയിൽ എന്തോ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു റാലി ഇവിടെ തുടങ്ങി. ഇവിടെ ആരും സ്നേഹിക്കേണ്ടതൊന്നും പറഞ്ഞില്ല. പിന്നെ എന്തിനാണ് ഇവിടെ നടത്തുന്നതെന്ന് അറിയില്ല. എന്തായാലും ലോകത്തെ എവിടെ മുസ്ലിം സമൂഹം ഇത് നേരിട്ടാലും ഇവിടെ ജാഥകൾ നടത്താറുണ്ട്, അറിയാലോ, പാലസ്തീനിലാണെങ്കിലും. അപ്പോൾ ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. ഇതിന്റെ ഉത്ഭവം ഒരു റാലിയുമായി ബന്ധപ്പെട്ട് 2 വിഭാഗങ്ങൾ നടത്തിയിട്ടുള്ള റാലിയിൽ ഒരു വിഭാഗത്തിന്റെ ഫ്ലെക്സുകളും മറ്റും നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ വായിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ഇടപെടുന്നു, 2 കൂട്ടരുടെയും ഫ്ലെക്സ് ഒക്കെ മാറ്റാൻ പറയുന്നു. അപ്പോൾ ഒരു കൂട്ടർക്ക് സ്നേഹം കൂടുതലായതുകൊണ്ട് അവരത് മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നു. അതെ, ആ ഒരു ദസറ കഴിഞ്ഞു പോയത് നവരാത്രിയുമായി ബന്ധപ്പെട്ട് അതിന് മുമ്പായിട്ടാണ് പെട്ടെന്ന് ഈ ഒരു പ്രക്ഷോഭം ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു കാരണം, എല്ലാത്തിനും ഒരു കാരണം വേണം. അതുപോലെയാണ് ഇവർ ഇതിനെ കണ്ടത് എന്നുള്ളത്. ഒരു പക്ഷെ അത് മനഃപൂർവ്വമായിരിക്കാം എന്ന് വേണമെങ്കിലും പറയാം. പിന്നെ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അങ്ങനെ നീണ്ടു പോകുന്നുണ്ട് ഇതിന്റെ ഒരു എന്താ പറയുക, ഇത് പടർന്നു പിടിച്ചത് അങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. ഒടുവിലാണ് കേരളത്തിലെത്തിയത്. എന്തുകൊണ്ട് കേരളത്തിലെത്താൻ വൈകി എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നുള്ളൂ. കേരളത്തില് പത്തനംതിട്ടയിലെ കുലശേഖരപുരത്താണ് ഫ്ലെക്സാണ് വന്നിട്ടുള്ളത്. ഐ ലവ് മുഹമ്മദ്, അത് തുടക്കമാണ്. ഫ്ലെക്സേ എത്തിയിട്ടുള്ളൂ, ബാക്കി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെ, എന്നിട്ട് BJP ആണെന്ന് പറഞ്ഞാലും മതിയല്ലോ. അപ്പോൾ കാരണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം എന്നുള്ളത് വ്യക്തമല്ലേ? അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കുക, അടുത്ത വിഷയത്തിനായിട്ട് നമ്മുടെ ഇന്ത്യയെ സജ്ജമാക്കുക എന്നുള്ളതാണ്. സജ്ജമാക്കുക എന്ന് ഉദ്ദേശിച്ചത് ഇതിലാണ് കേട്ടോ, അതായത് തയ്യാറെടുപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജെൻസി പോലുള്ളൊരു പ്രക്ഷോഭം ലഡാക്കിൽ നടന്നു, അതങ്ങ് ഒത്തില്ല, അത് അടിച്ചമർത്തപ്പെട്ടു, പ്രതീക്ഷിച്ച രീതിയിൽ വ്യാപ്തിയിലേക്ക് അത് വന്നില്ല. അതിനുശേഷമാണ് പെട്ടെന്ന് സഡനായിട്ട് ഈ ഒരു വിഷയത്തെ പെട്ടെന്ന് ഇങ്ങനെ കയ്യിലെടുക്കുന്നതും അതിനെ തുടർന്നൊക്കെ ഉണ്ടാകുന്നതും. പിന്നെ യോഗിയുടെ യു.പിയിലേക്ക് ഈ ഒരു വിഷയമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ യോഗി അടിച്ചോടിക്കും എന്നുള്ളത്, എല്ലാത്തിൻ്റെയും പണി പൂട്ടിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ യോഗിയെ എന്തിനാണ് ലക്ഷ്യം വെക്കുന്നത്? യോഗി ഇപ്പോൾ രണ്ടാമതും ഭരിക്കുകയല്ലേ യു.പി. ഈ പറയുന്ന ആളുകളെയൊക്കെ അവിടെ ഈ സുന്നി മുസ്ലിമുകളുണ്ട്. സുന്നികളായ മുസ്ലിങ്ങൾ ഭരിച്ച ഇവർക്കിടയിലെ സ്പർദ്ധയൊക്കെ മുതലെടുക്കുന്ന കുറച്ച് ടീമുകളുണ്ട്. അപ്പോൾ അതിനിപ്പോൾ കഴിയുന്നില്ല. ഈ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം ജനതയുണ്ട് അവിടെ. അപ്പോൾ അവർക്ക് വലിയ രീതിയിൽ നേരത്തെ ഭരിച്ചിരുന്ന ഭരണകർത്താക്കളൊന്നും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവരെ വെച്ചിട്ട് ഇവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയം, നമ്മുടെ നാട്ടിൽ കളിക്കുന്ന അതേ രീതി അവിടുത്തെ രീതിയിൽ അവിടുത്തെ ജാതീയത വെച്ച് ബാക്കിയുള്ളവർ ചെയ്തു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ യോഗി വന്നു കഴിഞ്ഞപ്പോൾ ഇതങ്ങ് മാറി. ചിത്രം പഴയതുപോലെയല്ല, മൊത്തത്തിൽ മാറി എന്നുള്ളതാണ്. ഇവരെ തീവ്രവാദ സംഘടനകളൊക്കെ ഈ പിന്നാക്ക വിഭാഗത്തിലുള്ള മുസ്ലിമുകളെ ചൂണ്ടയിട്ട് പിടിക്കുകയും അവരെ കൊണ്ട് പല തരത്തിലുള്ള സംഘർഷാവസ്ഥ ആ നാട്ടിൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് ഇവർക്ക് ചെന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം യോഗി വന്നതോടുകൂടി അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിച്ചു. ശൗചാലയമായി, വീടായി, അവർക്ക് വേണ്ടത് എന്താണോ അടിസ്ഥാനപരമായിട്ട് അതിലേക്കെല്ലാം എത്തിച്ചേർന്നു ഈ ജനത എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായും ജനം വിലയിരുത്തില്ലേ, അവിടെ മതമോ ജാതിയോ ഒന്നുമല്ല, ഞങ്ങൾക്ക് വേണ്ടത് തരാൻ ഇന്ന് ഭരിക്കുന്നവന് കഴിവുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അവരോട് ചേർന്ന് നിൽക്കും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഗുണ്ടകളൊന്നും തലക്കെട്ടുമായിട്ടോ അവിടെ ഇറങ്ങുന്നില്ലല്ലോ.
ഗുണ്ടകളൊക്കെ യോഗിയെ കാണുമ്പോൾ കാലോട്ട് വന്നിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. കാരണം പല ഗുണ്ടകളൊക്കെ ഇപ്പോൾ പച്ചക്കറി കടയും അല്ലാത്തതുമൊക്കെ നടത്തി വലിയ നല്ല രീതിയിൽ ജീവിച്ചു പോകണം. അവനറിയാം ഇവിടെ ഇനി പണി നടക്കൂല എന്നുള്ളത്. അപ്പോൾ പണി നടക്കില്ല, ഇത്തരത്തിലൊരു സംസ്ഥാനത്തെ മാറ്റിയെടുക്കാൻ ഏറ്റവും അലമ്പ് പിടിച്ച ഒരു പ്രദേശമായിട്ടാണ് UPയെ കണ്ടുകൊണ്ടിരുന്നത്. ആ പ്രദേശത്തെ ഈ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ഒരു ഭരണകർത്താവിന് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് കേരളത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം അപ്പോഴും ബാക്കിയാകുന്നുണ്ട്. എന്തായാലും UPയിൽ വലിയ രീതിയിൽ എന്താ പറയുക, അവിടെ ഒരു മസ്ജിദും മദ്രസയും ഒക്കെ പണിതിട്ടുണ്ടായിരുന്നു. ഈ മദ്രസയും മസ്ജിദും പണിതിട്ടുള്ളത് വിവാഹ മണ്ഡപമൊക്കെ ഇരുന്ന സ്ഥലം കയ്യേറിയിട്ടാണ്. ഈ കയ്യേറിയ സ്ഥലം ഒഴിപ്പിക്കണമല്ലോ. സർക്കാർ വക ഭൂമിയിലുള്ള സ്ഥലമാണെങ്കിൽ അത് ഒഴിപ്പിക്കണം. കയ്യേറ്റം ഒഴിപ്പിക്കൂ എന്നുള്ളത് എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ 30 ദിവസം സമയം നോട്ടീസ് പതിച്ച് 30 ദിവസം സമയം സ്വാഭാവികമായും യോഗി സർക്കാരും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഭാലിലെ പ്രശ്നത്തിന് ശേഷം നോക്കുമ്പോൾ ഉത്തർപ്രദേശിന് 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം സെൻസിറ്റീവായുള്ള പ്രദേശങ്ങളിലാണ് ഈ റെഡ് അലർട്ട് വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു കാരണത്തെ ആളിക്കത്തിക്കാനുള്ള ശ്രമം അവിടെ നടക്കുന്നുണ്ട്. നമുക്കറിയാം UP എന്ന് പറയുന്നതാണ് ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുന്നത്. അവിടെ ആര് ജയിക്കുന്നു അവനാണ് രാജ്യം ഭരിക്കാൻ പോകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നത് വെറുതെയല്ല. അവിടെ ഭരിക്കാൻ കഴിയുന്നത്, അവിടെ ജയിക്കാൻ കഴിയുന്നവന് അത്രത്തോളം പ്രാപ്തി ഉണ്ട് എന്നുള്ളത്. വെറുതെ അങ്ങ് കയറി ഉഴുതുമറിച്ച് ജയം നേടിയെടുക്കാനും അവിടെ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന യോഗിയെ 2ാം വട്ടവും അവിടെ ഭരണത്തിൽ ജനം തന്നെ കയറ്റിയതാണ്. അവിടെ മറ്റൊന്നും നടന്നിട്ടല്ല, ജനം തന്നെ കയറ്റിയതാണ്. അപ്പോഴാണ് UPയിൽ യോഗിയെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളും നടക്കുന്നുണ്ട്. നമുക്കറിയാം മോദിയെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഡബിൾ എൻജിൻ സർക്കാരുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ പല തരത്തിലാണ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന വിദേശ സംഘടനകളും വിദേശ രാജ്യങ്ങളുമൊക്കെ സ്പോൺസർ ചെയ്യുന്ന പല ജൻസി കലാപം പോലുള്ള സംഭവങ്ങൾക്കൊക്കെ കോപ്പ് കൂട്ടുന്ന ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ബഹുഭൂരിപക്ഷവും ഹിന്ദുക്കളാണ് ഈ പ്രശ്നത്തിലേക്ക് എടുത്തെറിയപ്പെടുക എന്നുള്ളതാണ്. ഈ പ്രശ്നം ഉണ്ടാകുന്നത് 2 വിഭാഗങ്ങളും ഒരേ രീതിയിൽ തിങ്ങിപ്പാർക്കുന്ന ഇടത്തു കൂടിയായിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് പോലെ KSRTC ബസ്സാണ് പ്രധാനപ്പെട്ട ഉന്നം എന്ന് പറയുന്നത്. അത് കല്ലെറിഞ്ഞില്ലെങ്കിൽ അതൊരു പ്രക്ഷോഭമല്ല, കലാപമല്ല, ഒരു എന്താ പറയുക, ഒരു സമരം പോലുമല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ 4 ജില്ലകളിലേക്ക് ഇവിടെ ഐ ലവ് മുഹമ്മദിൻ്റെ ഭാഗമായിട്ട് പ്രക്ഷോഭം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന ജില്ലകളിലൊക്കെ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. ബറേലി എന്ന് പറയുന്ന ജില്ല ഉൾപ്പെടെയാണ്. അതിലെ ചില മസ്ജിദുകളിലുണ്ട് ഈ പറയുന്ന 4 ജില്ലകളിൽ. അതിലൊന്ന് നൗമഹൽ മസ്ജിദ്. അവിടെയാണ് ഏറ്റവും കടുത്ത ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതായത് അടുത്ത വലിയ പ്രക്ഷോഭം ഉണ്ടാകാൻ പോകുന്ന ഇടം ഈ ഭാഗമാണ്, ഈ ഒരു മസ്ജിദുമായി കേന്ദ്രീകരിച്ചാണ് എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പോലും വന്നിട്ടുള്ളത്. ഈ മസ്ജിദ് എന്ന് പറയുന്നത് ആല ഹസ്രത്ത് ദർഗയുമായി ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന ഒരു മസ്ജിദ് കൂടിയാണ്. അപ്പോൾ ആളുകളൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും കല്ലേറുണ്ടാവുക, കല്ലെറിയാനായിട്ട് ബംഗ്ലാദേശികളെ ഇതിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊന്ന് കോട്ട്പാലി പ്രദേശത്തുള്ള അസം നഗർ മസ്ജിദ്, ബരാദാരി മസ്ജിദ്, എങ്ങനെയുള്ള 3-4 മസ്ജിദുകളുണ്ട്. ഈ മസ്ജിദുകളെല്ലാം ഏറ്റവും ഹോട്ട്സ്പോട്ടുകളാണ് ഇപ്പോഴത്തെ UPയിൽ. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപക്ഷെ 2 തരത്തിലുള്ള ആളുകളും 2 വിഭാഗത്തിലുള്ളവരും ഒരേപോലെ ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിഭാഗം കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ഹൈന്ദവ വിഭാഗം കുറവുള്ള സ്ഥലമായിരിക്കും. ഇനി ഒരു മസ്ജിദ് പൊളിക്കുന്നു എന്ന് വിചാരിക്കുക. ഒരു ഹൈന്ദവന്റെ മനസ്സനുസരിച്ചിട്ട് അയ്യോ അതെന്തിനാണ് പൊളിക്കുന്നത് എന്നറിയാനായിരിക്കും അവനവിടെ ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ അത് അവൻ്റെ അല്ലേ, അത് പൊളിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു ചിന്ത ഒരു ഹൈന്ദവന്റെ മനസ്സിലൂടെ പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴും ഇവർ അവിടെ വലിയ വിഷയങ്ങളാകുന്നു. അവിടെ കുറച്ച് പേർ കൂടിയിട്ടുണ്ട്, എന്താണെന്നറിയാൻ ഇവർ ചെല്ലുമ്പോഴും അവിടെ ഇടയിൽ നിന്ന് ഈ ബംഗ്ലാദേശികൾ ഉൾപ്പെടെ കയറ്റി നിർത്തിക്കൊണ്ട് ഈ സംഘടനകളെല്ലാം കല്ലെറിയിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. സ്വാഭാവികമായും എന്ത് വിചാരിക്കും, ഹൈന്ദവരാണ് കല്ലെറിഞ്ഞിട്ടുള്ളത് എന്ന് വിചാരിക്കും. പിന്നീട് അവിടെ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടാവുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ രീതിയിൽ പട്രോളിംഗ് ഉൾപ്പെടെ നടക്കുന്നുണ്ട്. കൂടാതെ 8 ഡിവിഷനുകൾ, ശിവജി മാർഗ് ഉൾപ്പെടെയുള്ള 8 ഡിവിഷനുകളും ഭാഗങ്ങളുമൊക്കെ അതിജാഗ്രതാ നിർദ്ദേശം പുലർത്തുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നവരാത്രി കഴിഞ്ഞല്ലോ, ഇവരുടെ ഒരു ഏറ്റവും
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദസറയോടനുബന്ധിച്ച് ദസറ എന്ന് പറയുമ്പോൾ നോർത്തിലേക്ക് എല്ലാ ഹൈന്ദവനും നിരത്തുകളിൽ ആഘോഷവുമായിട്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ സമയത്ത് ഇത്തരത്തിലുള്ള പ്രക്ഷോഭമായി ഇവർ വരുന്നു, ഏറ്റുമുട്ടലുണ്ടാകുന്നു, കാര്യങ്ങൾ എളുപ്പമാകുന്നു എന്നുള്ളതാണ് കരുതിയിരുന്നത്. പക്ഷേ അത് ഒത്തില്ല. അപ്പോൾ ഇനി അടുത്തത് ഏതെങ്കിലും ഒരു രീതിയിൽ ഈ ഒരു പ്രക്ഷോഭത്തെ മുന്നോട്ട് കൊണ്ടുവരിക, അത് മറ്റൊരു പേരിലേക്കായിരിക്കാം. എന്തായാലും 2000-ഓളം പേരാണ് ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലായത്. അവർക്കെതിരെ കേസുണ്ട്, 2000-ഓളം പേർക്കെതിരെ കേസുണ്ട്. 20ഓളം FIRകൾ ഇതിൻ്റെ ഭാഗമായി UPയിൽ മാത്രം എടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ ഈ ബറേലിയിലൊക്കെ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത് വലിയ ലഹളയ്ക്ക് വേണ്ടി തന്നെയാണ്. കഴിഞ്ഞ ദിവസം പോലീസിന് നേരെ കല്ലെറിഞ്ഞ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള 2 ബംഗ്ലാദേശികൾ പിടികൂടിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സൂത്രധാരന്മാരാണ് എന്നാണ് പറയുന്നത്. കൂടാതെ ഇതിനൊരു പ്രീസ്റ്റാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്, ഇവരുടെ മുസ്ലിം പ്രീസ്റ്റാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്, തൗഫീർ റാസ ഖാൻ മൗലവി. ഈ മൂപ്പരാണ് ഇതിന് ആഹ്വാനം കൊടുത്തിട്ടുണ്ട്, ചെന്നടിയുടെ മക്കളെ എന്നൊക്കെ പറഞ്ഞത്. ഈ മൂപ്പരെ പിടികൂടിയിട്ടുണ്ട്. ഇങ്ങേരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് യോഗിയെ ഇനി വാഴിക്കരുത്, യോഗി ഇനി വാഴണ്ട. അതായത് യോഗി വാഴുമ്പോൾ ഇവിടെ ഒരു കാര്യത്തിലും ഇവർക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മുൻപ് ഭരിച്ചിരുന്നവർ, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ളവർ എല്ലാവരും തന്നെ ഈ മതവിഭാഗങ്ങളെ വെച്ചിട്ട് അവരെ പ്രീണനം നടത്തിയും അല്ലാതെ തമ്മിലടിപ്പിച്ചും ഒക്കെ ഇവിടെ വോട്ട് നേടിയാണ് ഭരിച്ചു കൊണ്ടിരുന്നത്. ഇപ്പം യോഗി വന്നപ്പോൾ അതിന് കഴിയുന്നില്ല. അപ്പോൾ ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള വിധ്വംസക ശക്തികളാണ് ഇതിന് പിന്നിലുള്ളത്. എന്തായാലും കേരളത്തിലെത്തിയിട്ടുള്ളത് എന്ന് പറയുന്നത് PFIയും SDPIയും ഒക്കെ വാഴുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഒരു ഫ്ലെക്സ് വന്നിരിക്കുന്നത്. അതിജാഗ്രത നമ്മളും പുലർത്തേണ്ടതുണ്ട്.